Hello, Magic Monitor. Magic morning. Magic morning. Okay, ma'am. അപ്പോ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നവർക്കൊന്ന് വീഡിയോ ഓൺ ചെയ്യാവോ? ഓക്കെ, നമുക്ക് എന്തായാലും ഇന്നത്തെ സെക്ഷനിലേക്ക് തുടങ്ങാം. ഓക്കെ സിന്ധു മാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷൻ എടുക്കുന്നത് ട്രെയിനർ ആൻഡ് സക്സസ് കോച്ച് ആയിട്ട് നമ്മുടെ ഓസ്റ്റിൻ സാറാണ്. അപ്പോൾ ഓസ്റ്റിൻ സാറുടെ ഇന്നത്തെ ടോപ്പിക് തന്നെ ഡീപ് വർക്കിന്റെ പാർട്ട് 3 ആണ് കേട്ടോ. അപ്പോൾ ഈ സെഷൻ എടുക്കാൻ വേണ്ടി ഓസ്റ്റിൻ സാറെ ഇൻവൈറ്റ് ചെയ്യാണ്. ഓസ്റ്റിൻ സർ, പ്ലീസ് വെൽക്കം സർ. താങ്ക് യു സോ മച്ച് ഗോപിക, താങ്ക്സ് അലോട്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നമ്മൾ കേട്ട ക്ലാസ്സുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രോഗ്രസ് ലൈക്ക് നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്തിട്ട് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടായോ എന്ന് പറയാവോ ആരെങ്കിലും? എല്ലാവരും ഇങ്ങനെ ബൈജു സാർ കുറെ നാളായാലും കണ്ടിട്ട്. സാർ യാത്രയിലാന്ന് തോന്നല്ലേ? ഓക്കെ, വേറെ ആരെങ്കിലും? മണി സാർ, മറ്റേ മൈക്കൊക്കെ ശരിയായോ? മൊബൈലിന്റെ പ്രശ്നം ഉണ്ടല്ലേ? പക്ഷെ ഇപ്പൊ കേൾക്കാം. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. വേറെ ആരെങ്കിലും? ആരൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. എനിവേ, താങ്ക് യു. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ആഴ്ച കണ്ടതിനൊക്കെ നമ്മളിപ്പോ ഡീപ് വർക്കിന്റെ ഇന്ന് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ച കണ്ടതൊന്ന് സമ്മറൈസ് ചെയ്യുക. ഒപ്പം തന്നെ നമുക്ക് കുറച്ചും കൂടിയും നമ്മുടെ ഈ നീട്ടിവെക്കുന്ന സ്വഭാവം, നമ്മൾ നല്ല രീതിയിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് നീട്ടിവെക്കുന്ന സ്വഭാവം മാറ്റുക, കുറച്ചും കൂടിയും വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉപയോഗിക്കുന്നത്. കാര്യം വെച്ചാൽ നമ്മളിപ്പോ എപ്പോഴും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ നമ്മൾ എത്രത്തോളം അറിവുണ്ട് എന്നുള്ളതല്ല, ആ അറിവ് നമ്മൾ ഒരെണ്ണമെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാരണം. അപ്പൊ ഈ അറിവ് നമ്മൾ എപ്പോഴും എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പൊ ഡിവർക്ക് ചെയ്യണമെന്ന് അറിയാം, അല്ലെങ്കിൽ 30 മിനിറ്റ്സ് ടൈം ബ്ലോക്ക് ചെയ്യണമെന്ന് അറിയാം, നമ്മൾ അതല്ലെങ്കിൽ 25 മിനിറ്റ്സിൽ നമ്മൾ ചെയ്യണമെന്ന് അറിയാം. ഇതൊക്കെ നമുക്കറിയാം, പക്ഷെ നമ്മളൊന്നും ചെയ്യൂല. അങ്ങനെ ചെയ്യാതെ നാളെ ആവാം, മറ്റന്നാളാവാം, അല്ലെങ്കിൽ പിന്നെ ആവാം എന്നൊക്കെ മാറ്റിവെച്ച് നമ്മുടെ ജീവിതം വലിയൊരു ടെൻഷനിലേക്കും ഒരു റിസ്കിലേക്കും ഒക്കെ പോവാണ്. അപ്പം ഇന്നലെ ഞങ്ങളുടെ അവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ ഡയറക്ടർ അല്ല, വൈസ് പ്രസിഡന്റ് പവൻ കുമാർ എന്ന് പറഞ്ഞൊരു സാറൊക്കെ ആ പ്രോഗ്രാമിൽ പങ്കെടുത്തു. അത് മാത്രമല്ല, ഞങ്ങളുടെ ശരിക്കും ഒരു CMD, ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഇൻവെസ്റ്റർ ഡോക്ടർ സിദ്ദിഖ് അഹമ്മദും ഈ പ്രോഗ്രാമിന് പങ്കെടുക്കുകയുണ്ടായി. അപ്പൊ അദ്ദേഹം അവരൊക്കെ വർക്ക് ചെയ്യാൻ കണ്ടാൽ നമുക്ക് സത്യം പറഞ്ഞാൽ സങ്കടം വരും. എന്നുവെച്ചാൽ ഇന്നലെ അദ്ദേഹം നാളെ മറ്റന്നാളോ ഇന്നോ നാളെയോ ആളെ റഷ്യക്ക് പോവാണ്. അതിനിടയ്ക്ക് ഇന്നലെ അദ്ദേഹത്തിന്റെ മകള് UK പോവാണ്. അപ്പൊ ഇന്നലെ ആ ഒരു പ്രോഗ്രാമിന് വേണ്ടി മാത്രം അദ്ദേഹം അത്രയും വഴി ട്രാവൽ ചെയ്യുകയും തിരിച്ച് നമ്മുടെ ഓഫീസിൽ വരികയും ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യും. അത് കഴിഞ്ഞ് അവിടെ തിരിച്ച് നേരെ ഫ്ലൈറ്റിൽ വന്നു, തിരിച്ച് അവർ ഫ്ലൈറ്റിൽ തിരിച്ചുപോയി. അപ്പം ലോകത്തെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്മാൻമാരൊക്കെ നമ്മൾ വിചാരിക്കുന്നവരെ അവർ ഭയങ്കര സുഖിച്ച് ജീവിക്കുന്ന ആൾക്കാരല്ല. അവർക്ക് അത്രയും ഹാർഡ് വർക്കും എഫേർട്ടും സമയവും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിന്ന് പ്രോഗ്രസ് ചെയ്യണമെങ്കിൽ, അറിയാലോ, നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് പ്രോഗ്രസ് ചെയ്യണമെങ്കിൽ ഇതുവരെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ നമുക്ക് കിട്ടിയ റിസൾട്ടേ വരുള്ളൂ. നിങ്ങൾക്ക് അറിയാമത്. അതായത് നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളാണ് നാളെയും ചെയ്യുന്നെങ്കിൽ നമ്മുടെ ജീവിതമോ ലൈഫോ റിസൾട്ടോ ഒന്നും മാറാൻ സാധ്യതയില്ല. മറിച്ച് എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം, ഒരു 1% ചേഞ്ച് നമ്മുടെ ലൈഫിൽ നമുക്ക് വരുത്താൻ പറ്റിക്കഴിഞ്ഞാല് തീർച്ചയായിട്ടും നമ്മുടെ ലൈഫ് മാറും. ഞാനപ്പോ എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. കാരണം അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ പലരും റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ. ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും നമുക്കൊരു ചേഞ്ച് വരുത്താൻ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് നമ്മുടെ ലൈഫിനെ മാറ്റാൻ പറ്റും. ആ മാറ്റിക്കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ ഈ ക്ലാസ് കേൾക്കുന്നതുകൊണ്ടോ രാവിലെ എഴുന്നേൽക്കുന്നതുകൊണ്ടോ ഒക്കെ എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുള്ളൂ. അതല്ലാതെ നമ്മളിപ്പം കുറെ ക്ലാസ്സുകൾ കേൾക്കുന്നു, ആ ക്ലാസ്സുകൾ കേട്ട് ഭയങ്കര രസമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോകുന്നു. പിന്നീട് നമ്മൾ ജീവിതത്തിൽ ഒരു ആക്ഷൻ എടുക്കാതിരുന്നു കഴിഞ്ഞാല് തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷെ എന്റെ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബി മാജിക്കിലുള്ള ഭൂരിഭാഗം പേരും അതിനകത്ത് ആക്ഷൻസ് എടുക്കുന്ന ആൾക്കാരും അതിനെ പോലെ തന്നെ
അവർ ജീവിതത്തിൽ റിസൾട്ട് ഉണ്ടാക്കിയ ആൾക്കാരാണ്. അപ്പൊ ഞാൻ ഒന്നും കൂടി ഇതൊന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കേട്ടതാണ്, ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് നമുക്ക് പ്രൊക്രാസ്റ്റിനേഷൻ ഇതെങ്ങനെ തുടങ്ങാം എന്നുള്ളതിലേക്ക് പോവാം. അതിൽ ഒന്നാമത്തെ പോയിന്റ്, നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും നമുക്ക് എന്ത് വേണം, ഒരു ക്ലിയർ ആയിട്ടുള്ള ഗോളും പ്രയോറിറ്റിയും വേണം. ലൈഫില് നമ്മൾ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്റെ ലൈഫിലേക്ക് തന്നെ നോക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ എന്തുകൊണ്ടാണ് രാവിലെ എഴുന്നേക്കാൻ പഠിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താ ഒരു കാര്യം ചെയ്യാൻ പഠിക്കുന്നത്, നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗോൾ ഇല്ലാത്തതുകൊണ്ടാണ്. ആണോ അല്ലയോ? ഒരു എസ്വർണോ പറയാവോ? ആണോ അല്ലയോ? നമുക്ക് പ്രത്യേകിച്ച് ഒരു, ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്കൊരു ടൂറ് പോകണം. നിങ്ങളൊരു ടൂറ് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുവരെ എല്ലാ ദിവസവും 8 മണിക്ക് എഴുന്നേൽക്കുന്ന കുട്ടികളാണെന്ന് വിചാരിച്ചു. 8 മണിക്കോ 9 മണിക്കോ എഴുന്നേൽക്കുന്ന കുട്ടികളാണെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ നിങ്ങൾ ഒരു 7 മണിക്ക് എഴുന്നേൽക്കണമെന്ന് വെച്ചു. ടൂർ പോകുന്ന കോർഡിനേറ്റർ പറഞ്ഞിരിക്കുന്നത് 5 മണിക്ക് സ്പോട്ടിലെത്തണം. 5 മണിക്ക് എത്തണമെങ്കിൽ നിങ്ങൾ 3 മണിക്ക് എഴുന്നേൽക്കണം, ഡ്രസ്സ് മാറണം, കാര്യങ്ങളെല്ലാം റെഡിയാക്കി 4 മണിക്ക് വണ്ടി എടുത്തിട്ട് വേണം 5 മണിക്ക് എത്താൻ. നിങ്ങൾ എത്ര മണിക്ക് എഴുന്നേൽക്കും? 3 മണിക്ക് എഴുന്നേൽക്കും. കറക്റ്റ് സമയം എന്ന് പറയാമോ? ഏകദേശം എത്ര മണിക്ക് നിങ്ങൾ എഴുന്നേൽക്കും? നല്ല ഇഷ്ടപ്പെട്ട ഒരു ടൂറാണ്, ഇഷ്ടപ്പെട്ട ആൾക്കാർ കൂടെ. ഉറങ്ങാൻ തന്നെ പറ്റില്ല. ഉറങ്ങാൻ തന്നെ പറ്റില്ല എന്ന എന്റെ സിനിമ കാര്യം പറയുന്നു. ആണ്. ഉറങ്ങാൻ തന്നെ പറ്റൂല. കാര്യം ടൂർ പോവാണ്, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്, ഒരു കാര്യം ചെയ്യാനുണ്ട്. അതുവരെ പറയും, അയ്യോ എനിക്ക് ഇങ്ങനെ രാവിലെ എഴുന്നേക്കണ കാര്യം എന്നോട് ചോദിക്കേ വേണ്ട, പറ്റൂല എന്നൊക്കെ പറയുന്ന ആൾക്കാരും ഒരു ടൂർ പോണ കാര്യം വന്നു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേക്കും. കാര്യം എന്താണ്? അവിടെ ഒരു ക്ലിയർ ഗോൾ ഉണ്ട്, ഒരു പർപ്പസ് ഉണ്ട് ലൈഫിന്. ഇന്ന് ടൂർ പോകണം എന്നുള്ളൊരു ചിന്തയാണ്. നമ്മളിപ്പോ രാവിലെ എഴുന്നേൽക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം വർക്കിലേക്ക് ഇരിക്കാത്തതിന്റെ കാര്യം വെച്ചാൽ കിട്ടി പോയാൽ പോയി, ഒരു മടുപ്പാണ് ലൈഫിന്. അപ്പൊ അതിന് നമുക്ക് കൃത്യമായിട്ടൊരു ഗോൾ വേണം. ഇപ്പൊ ഞാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ ഏറ്റവും ടോപ്പ് ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ്, ഇപ്പൊ പഠിക്കുന്ന കുട്ടികൾ, നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ പഠിക്കുന്ന കുട്ടികൾ, അവർ ഉറക്കം പോലും ഇല്ലാതെ കുറച്ച് സമയം മാത്രം ഉറങ്ങി അവർ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്നത് എന്തുകൊണ്ടാ? ഒരു ഗോൾ ഉണ്ട്. എന്താണ്? മെഡിക്കലിന് നീറ്റിന് അഡ്മിഷൻസ് കിട്ടണം, ഒരു എൻട്രൻസ് കിട്ടണം. അതല്ലാതെ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ആർക്കും ഒരു ഗോൾ ഇല്ലെങ്കിൽ, ഒരു പർപ്പസ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് പഠിച്ചിട്ടൊരു കാര്യമില്ല. അപ്പൊ ഈ ബി മാജിക്കിൽ വന്നതിന് തന്നെ നിങ്ങൾക്ക് ഒരു ഗോൾ വേണം. എന്തിന് ഞാൻ ബി മാജിക്കിൽ ജോയിൻ ചെയ്തു? എന്താണ് എന്റെ ലൈഫിന്റെ പർപ്പസ്? എനിക്ക് ഈ ഒരു ഇതിലൂടെ എന്ത് നേടണം? എന്നാൽ മാത്രമേ നമുക്ക് ബാക്കി എല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, പക്ഷെ ഞാൻ ഒന്നും കൂടി നിങ്ങളെ ഓർമ്മിപ്പിച്ചതാണ്, നമുക്കൊരു ബെസ്റ്റ് ഗോള് വേണം എന്നുള്ളതാണ്. രണ്ടാമത്, ഞാൻ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പറഞ്ഞൊരു കാര്യമാണ്, എങ്കിൽ പോലും ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുന്നു. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു ഡിസ്ട്രാക്ഷൻ ഫ്രീ എൻവയോൺമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഡിസ്ട്രാക്ഷൻ ഫ്രീ എൻവയോൺമെന്റ്, ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം എന്താ ഡിസ്ട്രാക്ഷൻ ഫ്രീ എന്നുള്ളത്. നമ്മളിപ്പോ ഏത് വർക്ക് ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം, നമ്മുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻസ് വരുന്നു, നമ്മുടെ ആളുകൾ നമ്മളെ വിളിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഫോൺ ചെയ്യാൻ തോന്നുന്നു, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ. എനിക്കൊക്കെ ഉള്ള പ്രശ്നം അതാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു വർക്കിനൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് എവിടെയെങ്കിലും ബോറടിക്കുന്നു തോന്നിക്കഴിഞ്ഞാൽ അടുക്കളയിൽ എന്തായിരിക്കും, ചിപ്സ് വല്ലതും എടുത്തത് ബാക്കിയിരിക്കുന്നുണ്ടോ, അന്നൊന്ന് 2 എണ്ണം കഴിച്ചിട്ട് വരാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ വർക്ക് അവിടെ ഇട്ടിട്ട് നമ്മൾ നേരെ അടുക്കളയിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്ന് ചായ അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ എടുക്കുന്നു. അപ്പൊ ആരെങ്കിലും കാണുന്ന വർത്താനം പറയുന്നു, ഈ കാര്യങ്ങളൊക്കെ വിട്ടുപോകുന്നു. അപ്പൊ നമ്മൾ എന്ത് വർക്കും നമ്മൾ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ഡിസ്ട്രാക്ഷൻ ഫ്രീ എൻവയോൺമെന്റ് നമ്മൾ ഉണ്ടാക്കണം. നമ്മുടെ മനസ്സിലും അതുപോലെ തന്നെ നമ്മുടെ എൻവയോൺമെന്റും ഒക്കെ അങ്ങനെ ഒരു ഡിസ്ട്രാക്ഷൻ ഫ്രീ എൻവയോൺമെന്റ് ഉണ്ടാക്കണം. എന്നാലേ ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് വരുള്ളൂ. ഞാൻ എന്റെ കഴിഞ്ഞ ക്ലാസ്സിലേക്ക് ഞാൻ പറഞ്ഞത്, ജോലി സ്ഥലത്തൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ആളുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് വന്നുകൊണ്ട് അതെന്താണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ദിവ്യ മാം ഒക്കെ കുറെ ഐഡിയ ഒക്കെ പറഞ്ഞു, ബോർഡ് എഴുതി വെക്കുക, ഓക്കെ ഇന്ന സമയം മുതൽ ഇന്ന സമയം മാത്രമേ നിങ്ങളെ കാണുള്ളൂ. അങ്ങനെ നമ്മളൊരു വർക്ക് എൻവയോൺമെന്റ് ഡിസ്ട്രാക്ഷൻ ഫ്രീ ഉണ്ടാക്കിയാൽ മാത്രമാണ് നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് ഇങ്ങനെ എന്താ പറയാ, വളരെ ആക്റ്റീവായിട്ട് നമുക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. ആരെങ്കിലും ഒരു എക്സ്പീരിയൻസ് പറയാമോ? നിങ്ങളൊരു ഡിസ്ട്രാക്ഷൻ ഫ്രീ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത ആളുകൾ. അപ്പൊ അത് എങ്ങനെയാണെന്ന് അറിയാം. നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ബഷീർ സാർ, ഞാനൊരു അലാറം സെറ്റ് ചെയ്യും. ഈ അടുത്താണോ അതോ മുമ്പേ തന്നെയാണോ? അതോ അല്ല, കുറച്ചു കാലമായിട്ട് ബി മാജിക്കിൽ വന്നതിന്റെ ശേഷം. വർക്ക് ചെയ്യുമ്പോൾ അലാം സെറ്റ് ചെയ്യും? അല്ല, ആ 1 hour ഞാൻ വേറെ ഒന്നും നോക്കില്ല. അത് അടിച്ചു കഴിഞ്ഞാലേ ഞാൻ അവിടെ നിന്ന് നിൽക്കുള്ളൂ. വെരി ഗുഡ്, വെരി ഗുഡ് ബഷീർ സാർ, വെരി ഗുഡ്. വേറെ ആരെങ്കിലും എങ്ങനെ ഡിസ്ട്രാക്ഷൻ ഫ്രീ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തതെന്ന് പറയാമോ? ആരെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഉണ്ടോന്ന് അറിയാം. ദിവ്യ പറഞ്ഞോളൂ. ഷാജൻ സാർ പറഞ്ഞോളൂ.
സാറേ, ഇപ്പോ നമ്മുടെ ബി മാജിക്കിൽ വന്നതിന് ശേഷം ഞാൻ 1 മണിക്കൂർ ഓരോ മണിക്കൂറിൽ ഞാൻ ടൈം സെറ്റ് ചെയ്തിട്ട് ഇപ്പോ ബഷീർ സാർ പറഞ്ഞ പോലെ തന്നെ ഞാൻ എന്റെ വർക്കിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്, വളരെ വെരി ഗുഡ്. നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് തന്നെയല്ല, ഞാൻ ചെയ്യണ വർക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് സമയത്ത് എല്ലായ്പ്പോഴും പറ്റിയിട്ടില്ല, ശരിയായി വരുന്നതന്നെ ഉള്ളൂ. നമ്മുടെ മൈൻഡ്ഫുൾനെസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു സാർ. ദിവ്യ മാം. ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വട്ടം പറഞ്ഞു. ഞാനൊരു 30 മിനിറ്റ്സിന് 40 മിനിറ്റ് ആക്കി മാറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ആഴ്ച ഞാൻ ചേഞ്ച് ആക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ ദിവസവും എന്താ പറയാ 6 മണിക്ക് മീറ്റിംഗ്, അതായത് 5:30 ആവുമ്പോ സാറ് മീറ്റിംഗ് വെക്കും. എല്ലാവരും കൂടി വരൂ, എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ദിവസവും മിക്ക ദിവസങ്ങളിലും ഉണ്ടാവും. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് ഓഫീസിൽ എല്ലാവർക്കും ഒരു ഡിസ്ട്രാക്ഷൻ ആയി തുടങ്ങി. പോകേണ്ട സമയമായി, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പറഞ്ഞതെന്ന് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. എന്നിട്ട് എല്ലാവർക്കും ഒരു ചെറിയ ഡയറി കൊടുത്തു. എന്നിട്ട് അവരവര് ചെയ്ത കാര്യങ്ങള് വൈകിട്ട് എഴുതിയിട്ട് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അയക്കുക. എന്നിട്ട് മീറ്റിംഗ് എന്നുള്ളത് ഒരു വീക്കിലി വൺസ് ആക്കി മാറ്റി. അപ്പൊ ആ ഒരു സമയം കിട്ടും ചെയ്യും. സാർ ഇവിടെ ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തിനെ കാണാൻ ചെയ്യാം. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് തന്നെ തിരിച്ചയക്കാനും പറ്റും. അപ്പൊ യെസ് അപ്പൊ ടൈമിന് ഒരു ഇത് കിട്ടി. പിന്നെ സാറിന്റെ എന്താ പറയാ ക്ലാസ് കേട്ടപ്പോ എനിക്ക് തോന്നി പുതിയ എന്തെങ്കിലും ഒരു ആശയങ്ങൾ ഉണ്ടാക്കണം. അപ്പൊ അവർക്കും അതൊരു സന്തോഷമായി. വീട്ടിലിരുന്നിട്ടായാലും ചെയ്യാം, അഥവാ സമയം കുറച്ച് നേരത്തെ പോണ്ടി വന്നാലും ചെയ്യാം. അപ്പൊ അതിന്റെ ആശയങ്ങൾ തിരിച്ച് എന്തൊക്കെയാണ് കുറവുകൾ എന്നുണ്ടെങ്കിൽ അത് സാറ് തിരിച്ച് അതിലേക്ക് അയക്കാൻ തുടങ്ങി. അപ്പൊ അതിനൊരു സമയം ലാഭം കിട്ടി. അതാണ് ഏറ്റവും വലിയ ഉപകാരം. അവരും സാറ്റിസ്ഫാക്ഷൻ ആണ്. താങ്ക് യു. താങ്ക് യു ദിവ്യ, താങ്ക് യു സോ മച്ച്. സോ ദാറ്റ്സ് നമ്മൾ പറയില്ലേ, എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുമ്പോൾ ആ ഒരു സന്തോഷം വലിയ കാര്യമാണ്. മൂന്നാമത് നിങ്ങളിപ്പോ പറഞ്ഞ കാര്യം തന്നെ ദിവ്യയും അതുപോലെ തന്നെ ബഷീർ സാറും ഷാജൻ സാറും ഒക്കെ പറഞ്ഞ പോലെ ടൈം ബ്ലോക്കിംഗ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് ചെയ്യുന്നവർ എഫക്റ്റീവ് ആയിട്ട് ചെയ്യുക, കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യുക. പിന്നെ നമ്മളിതൊരു ഫോക്കസ് റിച്വൽസ് ആക്കുക, ഇതൊരു നമ്മുടെ ശീലമാക്കി മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമ്മൾ എപ്പോഴും ഒരു ശീലങ്ങളാണ് നമ്മളെ ഫോളോ ചെയ്യുള്ളൂ. നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നേരത്തെ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ നമ്മൾ രാവിലെ ഇരുന്നിട്ട് ബ്രഷ് ചെയ്യിക്കുന്നതും ടോയ്ലറ്റിൽ പോകുന്നതും അല്ലെങ്കിൽ കുളിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നതും നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. ഓക്കെ, രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യുക എന്നുള്ളത് ഒരു ഹാബിറ്റ് ആയിട്ട് മാറി. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് അറിയാമല്ലോ, ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന സമയത്ത് കഴിക്കുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും, ഈവൻ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സ്ഥലം പോലും മിക്കവാറും ദിവസങ്ങൾ സെയിം ആയിരിക്കും. നിങ്ങളുടെ ടേബിളിന്റെ ഒരു പൊസിഷൻസ് പോലും നിങ്ങൾക്ക് സെയിം ആയിരിക്കും. നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങൾ കിടക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക ഏരിയയിലായിരിക്കും കിടക്കുന്നത്. എല്ലാ ദിവസവും അവിടെ തന്നെ ആയിരിക്കും. കാര്യം ഇതെല്ലാം നമ്മുടെ ഒരു ഹാബിറ്റ് ഫോർമേഷൻ ആയിട്ട് മാറും. ആരും ചെയ്യില്ല ഒരു ദിവസം ഇന്ന് ഈ ഭാഗത്ത് കിടന്നു, അപ്പുറത്ത് അന്ന് അപ്പുറത്ത്, രണ്ടാമത്തെ ദിവസം അവിടെ പോയി കിടക്കും, മൂന്നാം ദിവസം ഇപ്പുറത്ത്. ഇല്ല, നമുക്ക് ഒരു കംഫർട്ട് നമുക്ക് എപ്പോഴും ആവശ്യമാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ഫോക്കസ് എന്നുള്ളത് ഒരു റിച്വലായി മാറിക്കഴിഞ്ഞാൽ, ഒരു നൈസർഗികമായി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കുറേ കൂടി ഭാഗമായി. ഇപ്പൊ ഈ ഹാഫ് ആൻ അവർ ബ്ലോക്ക് ചെയ്ത് വർക്ക് ചെയ്യാന്നുള്ളതും ഡിസ്ട്രാക്ഷൻ ഫ്രീ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ദിവസങ്ങൾ ചെയ്ത് നിങ്ങളുടെ ഹാബിറ്റ് ആയിട്ട് മാറുന്നു. ഇനി കുറച്ച് നാൾ കഴിഞ്ഞ സമയത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ അരമണിക്കൂർ ബ്ലോക്കിംഗ് ഉണ്ടെങ്കിലേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കണ്ടീഷൻസിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയും നിങ്ങളുടെ റിസൾട്ടും ഭയങ്കര കൂടുതലായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ കുറെ പേര് ആലോചിക്കുന്നുണ്ടാവും, എനിക്ക് എന്തിട്ട് ചെയ്യാനുള്ളത്, ഞാനൊക്കെ ഇങ്ങനെ പോവാണ്, എനിക്ക് പ്രത്യേകിച്ച് അങ്ങനത്തെ വർക്ക് ഒന്നുമില്ല, എനിക്കൊരു റെഗുലർ ഷെഡ്യൂളാണ്. പക്ഷെ ഞാൻ ഒറ്റ കാര്യം നിങ്ങളോട് പറയാം, ഇഫ് യു വാണ്ട് ടു ലീവ് ആക്റ്റീവ്ലി, ഇഫ് യു വാണ്ട് ടു ലീവ് എന്താ പറയുക മൈൻഡ്ഫുള്ളി, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയും വെളിവോടൊക്കെ ജീവിക്കണമെങ്കിൽ യു ഹാവ് ടു ഡു സംതിങ്. ഇപ്പം ചിലര് വീഡിയോകൾ നോക്കുന്നുണ്ടാവാം, എന്തെങ്കിലും ഒരു നല്ല ആഗ്രഹം വേണം. കാര്യം ഇറ്റ്സ് ലൈക്ക് എ ജിം. നിങ്ങള് ജിമ്മിൽ പോയിട്ട് ഡെയിലി വെയിറ്റ് എടുത്താൽ നിങ്ങളുടെ മസിൽ കൂടും, നിങ്ങളുടെ മസിൽസ് സ്ട്രെങ്തൻ വെക്കും. ഇപ്പൊ നിങ്ങള് മറ്റേ എന്താ പറയാ ബ്രെയിന് ഒരു ലോഡും കൊടുക്കുന്നില്ലെങ്കിൽ ഉണ്ടല്ലോ, ആ ബ്രെയിൻ ഡെഡ് ആയി പോകും. കാര്യം അത്രയും പവർഫുൾ ബ്രെയിൻ ആണ്. ഞാൻ ആ വീഡിയോ കാണിക്കാൻ എനിക്കിപ്പോ പറ്റൂല, മീൻസ് ഞാൻ എവിടെയാന്ന് ഓർക്കുന്നില്ല. ഞാൻ വാട്സാപ്പിൽ
ഒരു പയ്യന്റെ ഇന്റർവ്യൂ കണ്ടു. ഒരു പയ്യന് അത് വെച്ചാൽ ഓട്ടിസം ബാധിച്ച പയ്യൻ ജനിച്ച് ഡോക്ടേഴ്സ് പറഞ്ഞു 3 മാസത്തിനുള്ളിൽ ആ പയ്യൻ മരിച്ചു എന്ന് പറഞ്ഞു. ഇപ്പൊ 24 വയസ്സായി. അപ്പൊ ഇവന്റെ പാരന്റ്സ് ഇവനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അവർ കുറെ ക്യാമറകളൊക്കെ വെച്ച് ഇവനെ നിരീക്ഷിച്ചു. ഇവന്റെ ടേസ്റ്റ് ഓട്ടിസ്റ്റിക് ആണ് ഈ കുട്ടി. ടേസ്റ്റ് ഏതാണെന്നൊക്കെ നോക്കി കഴിഞ്ഞപ്പോ ഇവന് കലണ്ടറുകളിൽ ഇൻട്രസ്റ്റ് ഉള്ള പോലെ തോന്നി. നിങ്ങൾ വിശ്വസിക്കില്ല, ഞാൻ തന്നെ ആ വീഡിയോ കണ്ടിട്ട് ഞെട്ടിപ്പോയി. നിങ്ങൾ 10,000 വർഷമല്ല 1,00,000 വർഷം വേണമെങ്കിലും നിങ്ങളിപ്പോ പറയാണ്, ഇപ്പൊ 2024 3024 ജനുവരി 15 ഏത് ദിവസമാണെന്ന് വെച്ചാൽ അവൻ കൃത്യമായിട്ട് പറഞ്ഞത്. ഇനിയിപ്പോ നെക്സ്റ്റ് 10 ഇയറോ 20 ഇയറോ നിങ്ങൾ പറയുന്ന 2034 ഓണം ഏത് ദിവസമാണെന്ന് വെച്ചാൽ ഡേറ്റും സമയവും കൃത്യമായിട്ട് പറഞ്ഞുതരും. അവന്റെ മേത്ത് മുഴുവൻ ഫുൾ റെക്കോർഡ്സ് ആണ് കുത്തിവെച്ചിരിക്കുന്നത്. ആൻഡ് ഹീസ് ബ്രൈറ്റ് സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പൊ ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടിയാണ്. അവര് പാരന്റ്സ് ചെയ്ത് അവന്റെ ബ്രെയിനിന് നല്ല ലോഡ് കൊടുക്കുകയും അത് ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്തപ്പോ ഈവൻ ദ ഒന്നും അല്ലാത്തിരുന്ന പയ്യൻ, അതായത് ഫിസിക്കലി ഇപ്പോഴും ചലഞ്ചസ് ഉണ്ട്, അവന് എഴുന്നേറ്റ് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എങ്കിൽ പോലും അവൻ ഹീസ് ക്രിയേറ്റിംഗ് റെക്കോർഡ്സ് എവറി ഡേ. അവന്റെ റെക്കോർഡ്സ് ബ്രേക്ക് ചെയ്യാനായിട്ട് ആർക്കും പറ്റിയിട്ടില്ല. കാര്യം ഇതൊന്നും അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമില്ല. അപ്പൊ ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചത് വെച്ചാല്, എന്റെ ദൈവമേ, നമ്മുടെ ബ്രെയിനൊക്കെ എത്ര കപ്പാസിറ്റി ഉള്ളത്, അല്ലെങ്കിൽ എന്റെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിലുള്ള ഈ ഒരു സാധനത്തിന് എന്ത് പവറാണ്. കമ്പ്യൂട്ടർ പറയില്ല അത്രയും സ്പീഡില്. ഇവൻ പറയുന്ന കാര്യം കറക്റ്റ് ആണെന്ന് ഒരു മറ്റേ ഈ 10-20 വർഷമുള്ള കാര്യങ്ങളൊക്കെ മൊബൈലിൽ അടിച്ചു നോക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് അത് കാണിക്കുന്നുണ്ട്. ഇതുപോലെ എത്രയാ 10,000 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു 8888 ഓണം എന്താണെന്നോ അല്ലെങ്കിൽ അതിൽ ഇന്ന ഡേറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ കമ്പ്യൂട്ടർ പോലും പറഞ്ഞു ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പൊ ഞാൻ ആലോചിക്കുക എത്ര ബ്ലെസ്ഡ് ആണ് നമ്മൾ. അപ്പൊ നമ്മള് ഓരോ കാര്യത്തിനും നമ്മുടെ ബ്രെയിനിന് ഒരു ലോഡ് കൊടുക്കാനും അത് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. പിന്നെ ഞാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങളോട് എപ്പോഴും പറഞ്ഞു വെച്ചാല്, ഡോണ്ട് ടേക്ക് ബ്രേക്ക് ഫ്രം ഡിസ്ട്രാക്ഷൻസ് ബട്ട് യു ടേക്ക് ബ്രേക്ക് ഫ്രം യുവർ വർക്ക്. അപ്പൊ എംബ്രേസ് ബോർഡം ആൻഡ് ടേക്ക് ബ്രേക്സ് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു ബോർഡം എന്താ പറയാ, ബോർഡ് അടിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണ്. കാര്യം ഇപ്പൊ വർക്കിന് ഇരിക്കുന്ന സമയത്ത് തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ ഇല്ലാതെ വർക്കിന് ഇരിക്കാൻ പറ്റൂല, നിങ്ങൾക്ക് ഒരാളോട് ഫോൺ ചെയ്യാതെ ഇരിക്കാൻ പറ്റത്തില്ല. അപ്പൊ അത് നിങ്ങളൊരു ബോർഡം ചെയ്യുകയും കറക്റ്റ് ആയിട്ട് ഒരു 30 മിനിറ്റ്സ് നിങ്ങളുടെ വർക്കിൽ നിന്നാണ് ബ്രേക്ക് എടുക്കേണ്ടത്, അല്ലാണ്ട് ഡിസ്ട്രാക്ഷൻ അല്ല ബ്രേക്ക് എടുക്കേണ്ടത്. നിങ്ങൾക്ക് ആ പോയിന്റ് എത്രത്തോളം ക്ലിയർ ആയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതായത് നമ്മൾ ജോലി ചെയ്യുക, അതിൽ നിന്ന് ബ്രേക്ക് എടുക്കുക. അതല്ലാതെ ബോറടിച്ച് വർക്ക് കുറെ നേരം ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കാം, അതിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്ത് വർക്ക് ചെയ്യാൻ നിന്നാ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പം നിങ്ങളുടെ സമയത്ത് ഇതൊക്കെയാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞത്. നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാല് പറയാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനും കൂടി ഉണ്ടെങ്കിൽ ഈ പോയിന്റ്സിന്റെ കൂടെ സാർ ഈ ഒരു പോയിന്റ് കൂടി നല്ലതായിരിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് ആഡ് ചെയ്യുകയാണെങ്കിലും ദാറ്റ്സ് ഗുഡ്. ആരെങ്കിലും? സർ, 5ാമത്തെ പോയിന്റ് ഒന്നുകൂടെ പറയോ? 5ാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു വെച്ചാൽ എംബ്രേസ് ബോർഡം ആൻഡ് ടേക്ക് ബ്രേക്സ് എന്നാണ്. എംബ്രേസ് ബോർഡം എന്ന് വെച്ചാൽ നമ്മൾ എന്താണെന്ന് അറിയാം. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ നമ്മൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ബോറടിക്കുന്ന സിറ്റുവേഷൻസ് ഇല്ല. ഇപ്പൊ നമ്മളൊരു ക്യൂവിൽ നിൽക്കുന്നു, ആ ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ക്യൂ മൂവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ തന്നെ നമ്മൾ മൊബൈൽ എടുക്കുന്നു, വാട്സപ്പ് കാണുന്നു, അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിലെ റീൽസ് കാണുന്നു, വാട്സപ്പ് സ്റ്റാറ്റസ് കാണുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പോലും അറിയാതെ ക്യൂ അവിടെ എത്തുമ്പോൾ നമ്മൾ കൊടുക്കുന്നു, കാര്യം ചെയ്യുന്നു, പോരുന്നു. അതല്ല, നമ്മളിപ്പോ വീട്ടിലിരിക്കുകയാണ്, നമ്മളൊരു വർക്ക് ചെയ്യാനിരിക്കുകയാണ്, നമ്മളിപ്പോ ഒരു കാര്യം ആലോചിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല, മീൻസ് അപ്പൊ ബോറടിക്കും, അത് മുന്നോട്ട് പോകുന്നില്ല, ഇനിയിപ്പോ എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നേരെ അപ്പൊ തന്നെ നമ്മുടെ കയ്യിലെ അടുത്തുള്ള മൊബൈൽ ഫോൺ എടുക്കുന്നു, അതിൽ ആരെങ്കിലും സ്റ്റാറ്റസ് നോക്കുന്നു, വീഡിയോസ് 1 മിനിറ്റ് വീഡിയോസ് കാണുന്നു. അപ്പൊ ചിലപ്പോൾ മോട്ടിവേഷണൽ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മൾ കാണുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞ എല്ലാവരും എന്റർടൈൻമെന്റ് അല്ല കാണുന്നത്, പക്ഷെ എന്താണ്, നമ്മൾ ആ വീഡിയോസ് കാണുന്നു, നമ്മൾ അതിൽ നിന്ന് തന്നെ എസ്കേപ്പ് ആയിട്ട് പോകുന്നു. അപ്പൊ അത് ബോറിങ്ങിനെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ വന്നാൽ നമ്മൾ കുറെ കൂടി ക്രിയേറ്റീവ് ആവുന്നതാണ്. കാര്യം ബ്രെയിൻ എപ്പോഴും ആക്റ്റീവ് ആവാനായിട്ട് ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ഈ ഡിസ്ട്രാക്ഷൻ സാധനങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ബ്രെയിൻ വിൽ ഗീവ് ന്യൂ ഐഡിയാസ്. പുതിയ പുതിയ ഐഡിയകൾ തരും, പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്തു തരും. ഞാൻ പറഞ്ഞുകൊണ്ട് പോകുന്നു എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ കൂടുതലും വർക്ക് ചെയ്യുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഞാൻ രാവിലെയാണ്. ഞാൻ ഇന്നും രാവിലെ 3 മണിക്ക് എഴുന്നേറ്റതാണ്. അപ്പം നമ്മൾ ടോയ്ലറ്റിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോയതിനു ശേഷം നമ്മൾ മെഡിറ്റേഷനും അഫർമേഷനും അതൊക്കെ ചെയ്ത് ഇപ്പം ഇന്നത്തെ ക്ലാസ്സിനുള്ള പ്രിപ്പറേഷനും ഞാൻ ഈ കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നത് ഇപ്പം ഫ്രം 4 to 5, 6 o'clock ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല്
വേറൊരാളും ശല്യപ്പെടുത്താനില്ല. എന്റെ മക്കൾ എഴുന്നേറ്റിട്ടില്ല, വൈഫ് എഴുന്നേറ്റിട്ടില്ല, വീട്ടിൽ ആരും എഴുന്നേറ്റിട്ടില്ല, അയൽവക്കക്കാരും എഴുന്നേറ്റിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ഒച്ചപ്പാടില്ല, ബഹളമില്ല. സോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിസ്ട്രാക്ഷൻ ഫ്രീ. അപ്പൊ അത് കഴിഞ്ഞ് നമ്മുടെ വർക്ക് കഴിഞ്ഞ സമയത്ത് ഓക്കെ, നമുക്കൊരു 10 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാം. അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ബോറിങ്ങിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ലൈഫ് കുറച്ചും കൂടി ഈസി ആവുന്നത്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഇനി നമ്മൾക്ക് കാണുന്ന വെച്ചാൽ നമ്മൾ ഇതെല്ലാം നമ്മൾ മാറ്റി വയ്ക്കുന്നതാണ്. പ്രോക്രാസ്റ്റിനേഷൻ ആണ് നമ്മുടെ ലൈഫിൽ എപ്പോഴും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നീട്ടി വെച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഈ ഒരു പിക്ചർ പെട്ടെന്ന് കണ്ടപ്പെട്ടുന്നുള്ളൂ. ഇതൊരു സൗദി അറേബ്യയിലെ ഒരു ഹോട്ടലിന്റെ ഒരു സൈഡിലുള്ള പിക്ചർ ഞാൻ അന്ന് അവിടെ പോയപ്പോ എടുത്തതാണ്. ഞാൻ ആലോചിക്കുന്ന വെച്ചാൽ നമ്മളിപ്പോ ഒരു കാര്യം ജോലിയൊക്കെ ചെയ്തു വരുമ്പോൾ നമ്മൾ കൂടുതൽ ഡീപ്പ് വർക്കിലേക്ക് ഇൻവോൾവ് ആവുന്ന സമയത്ത് നമ്മളെ തേടി ഒരുപാട് അവസരങ്ങളും സന്തോഷവും ഒക്കെ വരും. യെസ്റ്റർഡേ ഓൾസോ ഐ ഗോട്ട് എ ഗിഫ്റ്റ് ഫ്രം മൈ ഡയറക്ടർ. പുള്ളി ഒരു നല്ല വിലയുള്ളൊരു സ്പ്രേ ഒക്കെ കൊണ്ടുവന്നു. കാര്യം ഇന്നലെ നമ്മളൊരു പുതിയ ഇവന്റ് ഇനാഗുറേറ്റ് ചെയ്തു, മഹേന്ദ്രയായിട്ട് ചേർന്നിട്ട്. സോ പുള്ളി ഒരു ചെറിയ സന്തോഷം എന്നുള്ള രീതിയിൽ പുള്ളി ഒരു പെർഫ്യൂം എനിക്ക് തോന്നുന്നത് ഡ്യൂട്ടി ഫ്രീ എന്ന് വാങ്ങിയതാണ്, അത്യാവശ്യം കോസ്റ്റ് ഉള്ളതാണ്. പുള്ളി അത് എനിക്ക് കൊണ്ടു തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാല് നമുക്ക് വർക്ക് ചെയ്യാതെ ഇരിക്കാം, നമ്മൾക്കിപ്പോ കിട്ടുന്ന ശമ്പളം മേടിച്ചിരിക്കാം, പക്ഷെ നമ്മൾ പുതിയ കാര്യങ്ങൾ ചെയ്യുകയും ക്രിയേറ്റീവ് ആയിട്ട് ചെയ്ത് നമ്മളായിരിക്കും കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയി വരുന്നത്. അപ്പം ഈ പ്രോക്രാസ്റ്റിനേഷൻ എല്ലാവരും പ്രശ്നമാണ്. ഇവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഭൂരിഭാഗം ആളുകൾ ഇതൊരു വലിയൊരു ഡീപ്പ് സബ്ജക്റ്റ് ആണ്. നമുക്കത് വളരെ പതുക്കെ പോവാം. എങ്കിൽ പോലും ഞാൻ ഒരു പോയിന്റ് ഇന്ന് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന്, ബ്രേക്ക് ടാസ്ക് ഇൻ ടു സ്മോളർ സ്റ്റെപ്സ് എന്നാണ്. നമ്മൾ പലപ്പോഴും പല ടാസ്കുകളും കാണുന്ന സമയത്ത് നമുക്കത് വലിയൊരു സംഭവമായിട്ട് തോന്നും, നമ്മളത് ചെയ്യത്തില്ല. ഇപ്പം ഒരാള് എന്താ പറയാ, സാധാരണ കുറച്ചും കൂടി ഒരു ക്രിയേറ്റീവ് ചിന്തിക്കുന്ന ഒരാൾക്ക് ഒരു പുസ്തകം എഴുതണം. അയാൾ വിചാരിക്കണം 250 പേജുള്ള ഒരു പുസ്തകം എഴുതുന്നു വിചാരിച്ചു. ഇയാൾ വിചാരിക്കണം ഞാൻ 250 പേജുള്ള പുസ്തകം എങ്ങനെ എഴുതും. എന്നിട്ട് ഒരു ദിവസം രാവിലെ കുത്തുന്ന ഇങ്ങനെ എഴുതാൻ തുടങ്ങിക്കഴിയുമ്പോൾ ദൈവം ഇനി 250 പേജ് എഴുതാനുണ്ട്, എന്താ ചെയ്യാ? അയാൾ അവിടെ നിർത്തും. മറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒറ്റ ദിവസം ഇപ്പം ഒരാള് അതിനൊരു സ്മോൾ സ്റ്റെപ്പാണ് 250. എനിക്ക് 250 ദിവസം എടുത്ത് എഴുതിയാലും കുഴപ്പമില്ല. ഞാൻ ഒരു പേജ് ഒരു ദിവസം എഴുതും, അതിന് ഞാൻ അരമണിക്കൂർ മാറ്റി വയ്ക്കും. അങ്ങനെ നമ്മൾ വലിയ ടാസ്കുകളെ ചെറിയ ടാസ്കുകളായിട്ട് മാറ്റുമ്പോഴാണ് നമുക്ക് ഈ മാറ്റിവെക്കുന്ന സ്വഭാവത്തെ മാറ്റിവെക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയിരിക്കണം. നമ്മൾ എന്തിനേയും ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ് ചെയ്യുക. ഇപ്പൊ നമുക്കറിയാം, ഒരു വലിയ എന്താ പറയാ മാംസം, അല്ലെങ്കിൽ ഒരു കിലോന്റെ മാംസം നമുക്ക് ഒറ്റയടിക്ക് തിന്നാൻ പറ്റൂല. നമ്മൾ അതിന്റെ പീസ് ആക്കി വേവിച്ചിട്ടൊക്കെയാണ് കഴിക്കുന്നത്. എന്തിനാ വേവിക്കുന്നത്? എല്ലാം കൂടി അങ്ങ് പുഴുങ്ങിയാൽ പോരാ, ഒറ്റയടിക്ക് നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇതിനൊരു സ്മോൾ പീസസ് ആക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പൊ നിങ്ങൾ ജീവിതത്തിലെ വലിയ ആഗ്രഹം ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് എന്താ പറയാ, നമുക്ക് ഫിസിക്കലി ഫിറ്റ് ആവണമെന്നായിരിക്കാം, അതല്ലെങ്കിൽ ബുക്ക് എഴുതണമെന്നായിരിക്കാം, അതല്ലെങ്കിൽ വീഡിയോസ് ചെയ്യണമെന്നായിരിക്കാം, അതല്ലെങ്കിൽ പിന്നെ എന്താ പറയാ, കുറച്ചും കൂടി ബിസിനസ്സിൽ ഇപ്പം എന്താ പറയാ 10 മില്യൺ അല്ലെങ്കിൽ 10 ലക്ഷം വരുമാനമുള്ള ഒരു ബിസിനസ് ക്രിയേറ്റ് ചെയ്യണമെന്നായിരിക്കാം. എന്താണെങ്കിലും നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇതിനെ പീസ് ആക്കാന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങളുടെ വരുമാനം 50,000 രൂപയാണെന്ന് വിചാരിച്ചോ മാസം, അത് നിങ്ങൾക്ക് 60,000 രൂപയാക്കണം. അപ്പൊ 60,000 രൂപയാക്കണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 60,000 രൂപ എങ്ങനെ ഉണ്ടാക്കണതിനേക്കാൾ ഉപരി 60നെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ദിവസം നിങ്ങൾ എത്ര രൂപ സമ്പാദിക്കണം? 2,000 രൂപ നിങ്ങൾ സമ്പാദിക്കണം, അല്ലെ? അപ്പൊ 30 ദിവസം കൊണ്ടാണെങ്കിൽ 2,000 രൂപ സമ്പാദിക്കണം. അപ്പൊ ആ 2,000 രൂപ സമ്പാദിക്കണമെങ്കിൽ നിങ്ങൾക്ക് മണിക്കൂറിൽ എത്ര വേണം? നിങ്ങൾക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള അവർ 8 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ ആണെങ്കിൽ ഒരു മണിക്കൂറിൽ 200 രൂപ വേണം. അപ്പൊ 200 രൂപ എങ്ങനെ സമ്പാദിക്കാൻ പറ്റും? 200 രൂപയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് വർക്ക് ചെയ്യാൻ പറ്റും? അങ്ങനെ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയാലാണ് നമുക്ക് ഇതിനകത്തൊരു കൃത്യമായിട്ടൊരു പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ. അതായത് വലിയ ടാസ്കിനെ വലുതായിട്ട് കണ്ട ഒരിക്കലും നമ്മൾ അത് ചെയ്യാൻ അത് മാറ്റിവെച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ വീട്ടിൽ തന്നെ എന്താ പറയാ, എല്ലാം അടക്കി ഒതുക്കി വെക്കണം എന്നാണ് ആഗ്രഹം. നമ്മളിങ്ങനെ വന്ന് നമ്മുടെ വീടിന്റെ കബോർഡ്സിലേക്കൊക്കെ നോക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും ദൈവം ഇതെല്ലാം കൂടി എപ്പോ ചെയ്യാനാണ്, ഇത് നടക്കൂല. നമ്മളത് അവിടെ ഇടും, ഇത് ചെയ്യാൻ നിന്ന പ്രാന്താവുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന ചില പറയാം, ഓക്കെ ഒരു കള്ളി ഞാൻ നടക്കും, ഒറ്റ കള്ളി അടയ്ക്കാൻ മതി, അത് കഴിഞ്ഞ് അടുത്ത ദിവസം അടുത്ത കള്ളി, അങ്ങനെ 10 ദിവസം ആകുമ്പോൾ 10 കള്ളി ആയി കഴിഞ്ഞാൽ സംഗതി തീരുന്നു. നമ്മൾ ഒരിക്കലും ചെയ്യാതിരിക്കുന്നേക്കാളും നല്ലതാണല്ലോ ഏറ്റവും കുറഞ്ഞ് ചെയ്യുന്നത്.
നമ്മളെല്ലാവരുടെയും ആഗ്രഹം എന്താണെന്നറിയോ? ഒറ്റ ദിവസം കൊണ്ട് ഇതെല്ലാം നടക്കണതാണ്. അതുകൊണ്ടൊന്നും നടക്കാത്തത്. ഇപ്പൊ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആള്, ഫിസിക്കലി ഫിറ്റ് ആവാൻ ആഗ്രഹിക്കുന്ന ആള് എന്താ വിചാരിക്കുക? ഒരാഴ്ച കൊണ്ട് 10 കിലോ കുറയ്ക്കണം. നിങ്ങൾ നോക്കിക്കോ, യൂട്യൂബില് ഏറ്റവും കൂടുതൽ ഈ വെയിറ്റ് റിഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങൾ നോക്കി കഴിഞ്ഞാല് കാണാൻ പറ്റും. ഏറ്റവും കൂടുതൽ കീവേഡുകൾ സെർച്ച് ചെയ്യുമ്പോൾ അതിനകത്ത് നോക്കിയാൽ ഹൗ ടു റിലീസ് വെയിറ്റ് 10 കിലോ ഇൻ എ മന്ത്. 10 കിലോ ഒരു മാസം എങ്ങനെ കുറയ്ക്കാൻ പറ്റും? ഏറ്റവും കൂടുതൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതും ഇങ്ങനെയുള്ള ഷോർട്ട് കട്ടുകൾക്ക് വേണ്ടിയിട്ടാണ് യൂട്യൂബ്. കാര്യം അതിന്റെ അൽഗോരിതം മനസ്സിലാക്കിയിട്ടാണ് ആൾക്കാർ അത് ചെയ്യുന്നത്. എങ്ങനെ ഒരാഴ്ച കൊണ്ട് പെട്ടെന്ന് ധനവാനാകാം, ഒരു മാസം കൊണ്ട് 1 ലക്ഷം രൂപ വരുമാനം എങ്ങനെ നേടാം, ഇങ്ങനെയുള്ള വീഡിയോസും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ആണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ കാണും. എല്ലാവർക്കും പെട്ടെന്ന് കാശുകാരനാവണം, പെട്ടെന്ന് കുറയണം. പക്ഷെ ദാറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു പോസിബിൾ. അപ്പൊ എന്താ ചെയ്യുക? നമ്മൾ എല്ലാത്തിനെയും സ്മോൾ പീസസ് ആക്കിയിട്ട് നമ്മൾ നമ്മുടെ ലൈഫിനെ കുറച്ചും കൂടി സെറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുമോ? ലൈക്ക് നിങ്ങൾ വലിയൊരു കാര്യത്തിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അല്ലെങ്കിൽ ചെറിയ ചെറിയ സമയമാക്കിയപ്പോൾ നിങ്ങൾ അച്ചീവ് ചെയ്ത് ഏതെങ്കിലും നിങ്ങളുടെ ഒരു അച്ചീവ്മെന്റ് ആർക്കെങ്കിലും ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ആരെങ്കിലും? ഹലോ, സാറേ കാര്യമാണ്. ജസ്റ്റ് ചെറിയൊരു കാര്യമാണ്. നമ്മുടെ ബുക്ക് റീഡിങ് കുറെ വർഷങ്ങളായിട്ട് നിർത്തിവെച്ചതായിരുന്നു. കുറെ വർഷങ്ങളായിട്ട് വിവാഹത്തിന് മുന്നൊക്കെ നന്നായി ബുക്കുകളൊക്കെ വായിച്ചിരുന്നതാണ്. ഇത് ഇപ്പോ തുടങ്ങി. ഇപ്പൊ ഡെയിലി വൈകുന്നേരം കുറച്ച് പേജുകൾ ഞങ്ങൾ 2-3 പേരുണ്ട് വായിക്കും. അത് സെറ്റ് ചെയ്ത് കൊടുക്കും. അത് ഡെയിലി വായിക്കും. അതൊരൊറ്റ പോലും മുടക്കാതെ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ബുക്കുകളൊക്കെ ഇങ്ങനെ വായിച്ച് തീരുന്നുണ്ട്. അടിപൊളി, സൂപ്പർ. റിയൽ റോൾ മോഡൽ. നമ്മളെ ക്ലാസ്സുകളിലൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റായിട്ട് അനുവർത്താക്കണ ഷാജിൻ സാറിന് താങ്ക് യു സോ മച്ച്. എനിവൺ എൽസ്? ഇതുപോലെ ഈ ബുക്കിന്റെ കേസ് നമ്മൾ പലതവണ പറഞ്ഞിട്ടിരിക്കുന്നതാണ്. ഒരു പേജ് വായിക്കാനൊക്കെ നമ്മൾ പറയുമായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അതൊരു ഹാബിറ്റ് ആയിട്ട് മാറുന്നതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. പിന്നീട് ബുക്ക് വായിക്കാത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ആൻഡ് അത് നമുക്ക് ഒരുപാട് അറിവും നോളജും ഇതുപോലെ ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് വായിക്കുകയാണെങ്കിൽ ദാറ്റ്സ് ഓൾസോ വെരി ഗുഡ്. എനിവൺ എൽസ്? ഒരാളും കൂടിയും? രജിസ്റ്റേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ നമുക്ക് വേറെ എന്തെങ്കിലും വർക്കുകളൊക്കെ വരുന്ന സമയത്ത് ബുക്കുകൾ അവിടെ പെൻഡിങ് വരും, എഴുതാനുള്ളതൊക്കെ. ഒരു ദിവസം ഒരു 11 രജിസ്റ്ററെങ്കിലും ഞങ്ങള് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. പക്ഷെ ചില സമയങ്ങളിൽ നമുക്ക് ഒരാഴ്ച ഒരുപാട് വർക്ക് വരുന്ന സമയത്ത്, അഡീഷണൽ ആയിട്ട് വരുന്ന സമയത്ത്, അപ്പൊ നമ്മൾ ആ ബുക്കുകൾ എഴുതുന്നത് അവിടെ പെൻഡിങ് വെക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു ദിവസം സൂപ്പർവൈസർ അംഗൻവാടി വരുമ്പോഴാവും അവര് നോക്കണ സമയത്ത് ബുക്കുകൾ കംപ്ലീറ്റഡ് അല്ല ചിങ്ങ, അപ്പൊ പറയും ടീച്ചർ അത് കംപ്ലീറ്റ് ചെയ്ത് വെക്കണം എന്ന് പറയും. അപ്പൊ സാറ് പറയണ പോലെ തന്നെ നമ്മൾ വിചാരിക്കും എല്ലാം കൂടി ഇന്നാണ്ട് എഴുതി തീർക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കും ആദ്യം. പിന്നെ വിചാരിക്കും നടക്കില്ല, എന്തായാലും നടക്കില്ല. ഒരാഴ്ചത്തെ പെൻഡിങ് എഴുതി തീർക്കണ്ട. ഡെയിലി ഡയറി തന്നെ ഒരാഴ്ചത്തേക്ക് അവിടെ ബാലൻസ് വരിക പറഞ്ഞാല് ഭയങ്കര റിസ്ക് ആണ്. അപ്പൊ ഞാൻ വിചാരിക്കും ഓരോന്നായിട്ട് തീർത്ത് പോവാ. ഇനി അടുത്ത മന്ത് മാഡം വരുമ്പോഴേക്ക് നമുക്ക് ഇതിവിടെ കംപ്ലീറ്റ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് ഓരോ ബുക്ക് വെച്ചിട്ട് ഇങ്ങനെ എഴുതി തീർക്കാറുണ്ട്. അങ്ങനെ ചെയ്യാറുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി. നമുക്ക് കുറച്ച് പോയിന്റ്സും കൂടി ഉണ്ട്. നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ എങ്ങനെ നമ്മൾ മാറ്റിവെക്കുന്ന സ്വഭാവത്തെ കുറച്ചും കൂടി നന്നായിട്ട് മാറ്റിവെക്കാം എന്നുള്ളത് നമുക്ക് ക്ലാസ്സിൽ പഠിക്കാം. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ടൈം ആയിട്ട്. താങ്ക് യു സോ മച്ച്. അപ്പം ഫൈനലി എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഒന്ന്, നമ്മൾ എന്തിലാണെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് നമുക്ക് അതിനകത്ത് റിസൾട്ട് ഉണ്ടാവും. ഒരു ശ്രീനിവാസൻ ഒരു സിനിമയിൽ പറയുന്ന പോലെ ഒരു ഡയലോഗ് ഉണ്ട്, ഒരു പാറ നമ്മൾ അടിച്ചു പൊട്ടിക്കുമ്പോൾ നമ്മള് 1 അടിച്ചു, 2 അടിച്ചു, 3 അടിച്ചു, 10 അടിച്ചു, 50 അടിച്ചു, ചിലപ്പോ 70ാമത്തെ ഈ കൂടം കൊണ്ട് അടിക്കണേലായിരിക്കും പാറ പൊട്ടുന്നത്. അപ്പൊ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഈ 70ാമത്തെ അടി കൊണ്ട് ആ പാറ പൊട്ടിയെന്ന്. ഈ അടിച്ച 70 അടിയും പാറയെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ നമ്മള് ആദ്യത്തെ കുറെ അടികൾ അടിക്കുമ്പോൾ, ആദ്യമൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഒരു റിസൾട്ടും പ്രസന്റ്ലി നമുക്ക് കാണുന്നില്ല. പക്ഷെ ആ റിസൾട്ടുകളൊക്കെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാൻ പറ്റിയ ബാമ്പുവിന്റെ കഥ പറയുന്ന പോലെ നമ്മളെ ഓരോ സ്റ്റെപ്പും നമ്മളെ ഗോളിലേക്ക് അടുപ്പിക്കുന്നുണ്ട്. അതിന്റെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര റിസൾട്ട് എല്ലാം വളരെ ഫാസ്റ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ എഫേർട്ടിനും ഫലമുണ്ട് എന്ന് മനസ്സിലാക്കുക. There is an equal and opposite action for every action
എന്ന് ന്യൂട്ടൺസ് ലോ പഠിപ്പിക്കുന്ന പോലെ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും ഫലമുണ്ട്. ആ ഫലത്തിനായിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. താങ്ക് യു. ഓവർ ടു യു ഗോപിക. ഓസിൻ സർ, താങ്ക് യു സോ മച്ച്. നല്ല സെക്ഷൻ ആയിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും, എല്ലാവരും ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും, ഒരുപാട് സാറിന് ടോപ്പിക്ക് പോലും നമുക്ക് ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. എനിവേ താങ്ക് യു സോ മച്ച് സർ. അപ്പോൾ ഈ ഒരു സെഷന്റെ ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് 1-2 പേരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യാവോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ആദ്യം ക്ലിയർ ചെയ്യാം. ആദ്യം ഞാൻ തന്നെ പറയാം. മാജിക് മോർണിംഗ് എന്തായാലും ഓസ്റ്റിൻ സാറിന്റെ ക്ലാസ് അത് ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചത്. നമ്മളിപ്പോ ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ ഡോക്ടർ എപ്പോഴും പറയും നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നല്ലോണം വെള്ളം കുടിക്കണം എന്ന് പറയും. അപ്പൊ ഒരു 20 കിലോ വെയിറ്റ് ഉള്ള ആള് 1 ലിറ്റർ വെള്ളം വെച്ചിട്ട് നമ്മളൊരു 60 ഉണ്ടെങ്കിൽ ഒരു 3 ലിറ്റർ വെള്ളം എന്തായാലും കുടിക്കണം. അപ്പൊ നമ്മള് ഒറ്റ ട്രിപ്പിന് എന്തായാലും ഇപ്പൊ ആ 3 ലിറ്റർ നമുക്ക് കുടിച്ച് തീർക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു ലിറ്ററിന് ഒരു കുപ്പി വാങ്ങി വെച്ചിട്ട് നമ്മൾ അതിങ്ങനെ സ്കിപ്പ് ചെയ്ത് ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുക. അപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിങ്ങനെ ഇത്ര മണിക്കൂറിൽ തീർക്കും നമ്മളൊന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ അതിനെ സ്കിപ്പ് ചെയ്ത് കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നന്നായിരിക്കും. ആ 3 ലിറ്റർ എന്തായാലും നമുക്ക് അകത്താക്കാൻ പറ്റും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇപ്പൊ സാറ് പറഞ്ഞ കുറെ കാര്യങ്ങള് എന്താ പറയാ, കഴിഞ്ഞ ക്ലാസ്സിൽ സാറ് പറഞ്ഞെന്ന കാര്യങ്ങള് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അംഗൻവാടിയിൽ ഇനിയിപ്പോ അമ്മമാർക്ക് മീറ്റിംഗ് വെക്കും. ഇപ്പൊ ഈ നബിദിനൊക്കെ ആയ കാരണം കുട്ടികളൊക്കെ കുറവാ. അപ്പൊ അമ്മമാർക്ക് ഒരു മീറ്റിംഗ് വെച്ചിട്ട് അവരിലാവും ഞാനിത് പരീക്ഷിക്കാൻ പോണത്. അതുപോലെ തന്നെ ഞാനും സ്വയം എന്താ പറയാ കുറച്ച് ഓർമ്മക്കുറവ് ഉണ്ട് എന്നൊരു തോന്നലായിരുന്നു. പക്ഷെ കഴിഞ്ഞ ആഴ്ചയിൽ സാറാ ഇത് എടുത്തതിന് ശേഷം നമുക്ക് തോന്നി നമ്മൾ ശ്രമിച്ചാൽ നമ്മൾ ഓർമ്മക്കുറവൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുന്നില്ല. അപ്പൊ കഴിഞ്ഞു പോയ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് ഓർത്ത് എടുക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ എന്തായാലും എനിക്ക് നല്ല ക്ലാസ് ആയിരുന്നു സാർ എടുത്തത്. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു ഗോപിക. ഓക്കെ, താങ്ക് യു സോ മച്ച് സിന്ധു മാം. ദെൻ നെക്സ്റ്റ് ആരാ വരുന്നേ? പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്യാമോ? ഞാൻ ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ല. ഓക്കെ പറഞ്ഞോളൂ മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു സർ. എന്താ പറയാ, ഇത് ഡീപ്പ് വർക്കിന്റെ 3ാമത്തെ ക്ലാസ് ആണ്. അപ്പോ ഒരുപാട് കാര്യങ്ങൾ സാറിന്റെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അത് സാറ് പറഞ്ഞ ഒരു കാര്യമാണത് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് എന്താ പറയാ, അതിനാണ് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഈവൻ നമ്മളൊരു 2 കാര്യം 3 കാര്യം ചെയ്താൽ പോലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് വിത്ത് കോൺസ്റ്റിറ്റ്യുവൻസ് ആയിട്ട്. അപ്പൊ നമ്മള് കൺസിസ്റ്റൻസ് ആയിട്ട് ചെയ്യുക. അത് എങ്കിൽ മാത്രമാണ് നമ്മളുടെ ലൈഫിൽ മാറ്റങ്ങൾ കാണാൻ കഴിയുന്നതെന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഈ പറയുന്ന പോലെ സൺഡേസിൽ എനിക്ക് എന്താ പറയാ, വീട്ടിലെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുടുംബത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു വരുമ്പോ 4:30-5 മണിയാവും വൈകിട്ട്. ഭയങ്കരമായിട്ട് ടയേർഡ് ആവുമായിരുന്നു. അപ്പൊ ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് കാലത്ത് എണീക്കുമ്പോ തന്നെ കുറച്ച് ഭാഗം ക്ലീൻ ആക്കും. അത് കഴിഞ്ഞിട്ട് ആണ് പിന്നെ അടുത്ത കാര്യങ്ങൾക്ക് വേണ്ടി പോവുള്ളൂ. അപ്പൊ കൂടി വന്നാല് ഒരു 15-20 മിനിറ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരു ദിവസം ആഴ്ചയിൽ ചെയ്യുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാല് വലിയൊരു എന്താ പറയാ ടയേർഡായിട്ട് മാറുന്ന മാത്രമല്ല, അത് കംപ്ലീറ്റ് ക്ലീൻ ആവുമെങ്കിൽ കൂടി അത് വല്ലാണ്ട് ടയേർഡ്നെസ് ആക്കും നമ്മളെ. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോ സാറ് പറഞ്ഞത് ഈ ഒരു കാര്യം അപ്പൊ എനിക്ക് ഓർമ്മ വന്നത്. താങ്ക് യു സോ മച്ച് സർ, നല്ലൊരു ക്ലാസ്സിന്. ഓക്കെ, താങ്ക് യു ദിവ്യ മാം. ദെൻ ഇനി ആരെങ്കിലും വരുന്നുണ്ടോ? ഓക്കെ മണി സർ. മാജിക് മോർണിംഗ്. നല്ലൊരു സെഷൻ ആയിരുന്നു. അതുപോലെ ഈ നമ്മൾ കിട്ടുന്ന അറിവ് പ്രാവർത്തികമാക്കുമ്പോൾ അതിനുള്ള ഗുണം ഉണ്ടാവുള്ളൂ, നമ്മൾ സക്സസ് ആവുള്ളൂ എന്നുള്ളതാണ്. വളരെ ശരി തന്നെയാണ്. സാധാരണ സാറ് എടുക്കുന്ന ക്ലാസ്സുകളിൽ മിക്കവാറും അത്ര പവർഫുൾ ആയിട്ടാണ് പറഞ്ഞു തരുന്നതിനെ കൊണ്ട് മനസ്സിൽ അത് എപ്പോഴും ഉണ്ടാവും. അങ്ങനെ പോകാറില്ല. അപ്പൊ ഓരോ അവസരങ്ങൾ വരുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതിപ്പോ വർക്കിന്റെ കാര്യമായാലും ശരി, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആയാലും ശരി, എന്തായാലും ശരി. റീഡിങ് സാറ് പറഞ്ഞ മാതിരി കുറച്ച് വായിക്കുമ്പോൾ ഒരു ബുക്ക് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ വായിച്ചു തീർക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നടത്തത്തിന്റെ കാര്യമായാലും ശരി, രാവിലെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് 15 മിനിറ്റ് ആയിട്ട് വർദ്ധിച്ച് നമുക്കൊരു 1 hour വരെ എത്താൻ സാധിച്ചിട്ടുണ്ട്.
പിന്നെ ചില ബ്രേക്ക് വന്നു പോവുകയാണ്. അത് വീണ്ടും ഇതേമാതിരി ക്ലാസ് കേൾക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് പോകും. എന്തായാലും കൺസിസ്റ്റന്റ് ആയി വരുമ്പോഴേ അതിനുള്ള റിസൾട്ട് വരുന്നുള്ളതാണ്. പിന്നെ സാറ് നേരത്തെ ചോദിച്ച കാര്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഫൈനലൈസേഷൻ വർക്ക് ഞാൻ മുമ്പ് പറഞ്ഞാണ്. ഫൈനലൈസേഷൻ വർക്ക് വരുന്ന സമയത്ത് ഞാൻ ഒരു മന്ത് എൻഡിലൊക്കെ ഒരു മാസം ഓഫീസിൽ നേരത്തെ പോകാറുണ്ട്. 1 മണിക്കൂർ നേരത്തെ പോകും. വാതിൽ അടച്ചിട്ട് ഞാൻ സ്വന്തമായി തന്നെ ഇരുന്നിട്ട് എല്ലാ വർക്കും ചെയ്യാം. അപ്പൊ ആ ഡിസ്ട്രാക്ഷൻ ഒഴിവാകും ചെയ്യും. ഒരു 10-15 ദിവസം കൊണ്ട് എനിക്ക് എല്ലാം സെറ്റായിട്ട് മന്ത് എൻഡ് ആകുമ്പോഴത്തേക്ക് അല്ല ഇയർ എൻഡ് ആകുമ്പോഴത്തേക്ക് കറക്റ്റ് ആയിട്ട് വരും. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, എൻ്റെ ഒരു പ്രധാനപ്പെട്ട പരീക്ഷന്റെ സമയത്ത് ബഷീർ സാറിന്റെ ഒരു ലോഡ്ജിലാണ് ഞാൻ പോയത്. ഒരു 6-7 മുറികളുള്ള ലോഡ്ജിൽ രാവിലെ 7 മണിക്ക് 8 മണിക്ക് അവിടെ പോയി ഇരുന്ന് രാത്രി അല്ലെങ്കിൽ സന്ധ്യാസമയത്താണ് തിരിച്ചു വരാറുള്ളത്. അന്ന് ആ പരീക്ഷ പാസ്സാവുകയും ചെയ്തു. പ്രധാനപ്പെട്ട പരീക്ഷയായിരുന്നു. HDC എന്നാണ് അതിന്റെ പേര്, കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിന്റെ. അത് അന്ന് അദ്ദേഹത്തിനോട് നന്ദി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഞാനത് ഓർക്കണം പെട്ടെന്ന് വന്ന സമയത്ത്. അപ്പോൾ ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അത് അതിൻ്റെതായ ബ്രേക്ക് എടുത്തിട്ട് സാറ് പറഞ്ഞ മാതിരി അത്യാവശ്യം സ്നാക്സ് അല്ലെങ്കിൽ ഒരു മറ്റേ ഫ്ലാസ്കിൽ ഒരു ചായ 2 ചായ എല്ലാം വെച്ചിട്ടാണ് പോകാറ്. ഏതായാലും സാറിന്റെ ക്ലാസ്സുകൾ എല്ലാ പ്രാവശ്യം വരുന്ന പോലെ തന്നെ ഇതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ജീവിതത്തിൽ നമുക്ക് വിജയത്തിലേക്ക് മുന്നേറാൻ വളരെയേറെ സഹായിക്കുന്ന ക്ലാസ്സുകളാണ് സാധാരണ സാറിന് വരാറ്. ഇതും അങ്ങനെ തന്നെ. താങ്ക് യു വെരി മച്ച് സാർ. സൗണ്ടിന് ഒരു താങ്ക് യു ചെറിയ സോ മച്ച്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച് മൻസർ. ദെൻ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ BMagicന്റെ പുതിയൊരു അപ്ഡേഷൻസ് അറിയിക്കാൻ ഓൾറെഡി നമ്മുടെ തിങ്കളാഴ്ചകളിലാണ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷന്റെ ഫ്രീ സെഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ വെനസ്ഡേയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാ വെനസ്ഡേയ്സ് ആയിരിക്കും ലോ ഓഫ് അട്രാക്ഷന്റെ ഫ്രീ സെഷൻ ആയിരിക്കാം. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ള മെമ്പേഴ്സ് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്, അവരെയും കൊടുക്കുന്ന അറിയിക്കുക. നിങ്ങൾ അറിയുന്ന മെമ്പേഴ്സിനൊക്കെ അറിയിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച് ജോസ്റ്റിൻ സർ. താങ്ക് യു. അപ്പോൾ താങ്ക് യു. വൈൻഡപ്പ് ചെയ്താലോ? നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ജോൾ. താങ്ക് യു സോ മച്ച് all. Thanks a lot. Bye bye. Thank you, sir. Thank you so Thank you. much. Thank you. താങ്ക് യു സാർ, താങ്ക് യു. താങ്ക് യു സർ. Thank you, Austin sir. Thank you.